നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സീതാമ്മൻ കോയിലാണ്. ശ്രീലങ്കയിലെ നുവാരാലിയ എന്ന് പറയുന്ന സ്ഥലത്തിന് ഏകദേശം 7 കിലോമീറ്റർ ദൂരെ ഡിവ്രംപൊല അതുപോലെ എല്ല എന്ന സ്ഥലത്തേക്കുള്ള ഹൈവേയിൽ നുവാരാലിയ കഴിഞ്ഞ് 7 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ സീതാമ്മൻ കോവിൽ കാണാം. ഈ സീതാമ്മൻ കോവിലാണ് യഥാർത്ഥമായിട്ട് അശോകവനി എന്ന് പറയുന്നത്. പണ്ട് രാവണൻ സീതയെ തടവിലാക്കി വെച്ച സ്ഥലമാണ് സീതാമ്മൻ കോവിൽ എന്ന് പറയുന്നത് അശോകവനി. ഈ ഇവിടെ കാണുന്ന പൊയ്കയിലാണ് സീത കുളിച്ചെന്ന് പറയപ്പെടുന്നത്. നേരെ കാണുന്നത് ഹനുമാൻ സീതയെ കാണുന്നതിൻ്റെ രൂപം അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഹനുമാൻ മോതിരം കാണിച്ചിട്ട് സീതയോട് പറയുന്നത് രാമഭക്തനാണ്. നെഞ്ചു തുറന്ന് രാമനെയും സീതയും ലക്ഷ്മണനെല്ലാം കാണിച്ചു കൊടുക്കുന്ന ഒരു പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതുപ്രകാരം ഹനുമാൻ രാമഭക്തനാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് സീതയോടെല്ലാം പറഞ്ഞ് തൻ്റെ മോതിരം കാണിച്ചു കൊടുത്ത് പഴയ കഥകളെല്ലാം സീത നഷ്ടപ്പെട്ട ശേഷം രാമൻ എന്തൊക്കെ ദുഃഖം അനുഭവിച്ചു, ഞങ്ങളെങ്ങനെ ഇവിടെ എത്തി, ഇതെന്താ ചെയ്യാൻ പോകുന്നു, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സീതയോട് പറയുന്ന ഒരു രംഗം ഇവിടെ ചിത്രീകരിച്ചപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഹനുമാൻ പാടുന്നത്. ഇതിനു മുമ്പ് ഏകദേശം 30 കിലോമീറ്റർ ദൂരെ രാംബോധ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഹനുമാൻ ചാടിയിട്ട്, അതായത് ലങ്കയിലേക്ക് ചാടി വന്ന ശേഷം ആദ്യം എത്തുന്ന സ്ഥലമാണ്. അവിടുന്ന് പിന്നെ നടന്ന് ഇവിടെ എത്തിയെന്ന് പറയപ്പെടുന്നു. ഇവിടെ എത്തിയ ശേഷം സീതയെ കാണുന്നു, രാമന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും തിരിച്ച് സീതയുടെ സന്ദേശമായിട്ട് തിരിച്ച് പോകുന്നു ഇവിടുന്ന്. ഇതിന് ശേഷമാണ് പിന്നെ ഹനുമാൻ ലങ്കാദഹനെല്ലാം ചെയ്യുന്നത്. ആദ്യം സീതയെ കാണാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു സ്ഥലം, അതായത് സീതാമ്മൻ കോവിൽ എന്ന് പറയുന്ന നുവാരേലിയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെ സീതാ എലിയ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് പിന്നെ അശോകവനം എന്ന് പറയുന്നത്. ഈ നേരെ കാണുന്ന ഫോറസ്റ്റ് ഏരിയ കംപ്ലീറ്റ് അശോകവനത്തിൽ പെടുന്നതാണ്. കർമാവിനാൽ നിർമ്മിതമായ വളരെ മനോഹരമായ ഭൂമിയാണെന്ന് പണ്ട് രാമായണത്തിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട സ്ഥലം തന്നെയാണ്. ഈ പൊയ്കയിലാണ് സീത കുളിച്ചിരുന്നത്. നേരെ കാണുന്നത് പിന്നെ ഹനുമാൻ്റെ പാദങ്ങളാണെന്ന് പറയപ്പെടുന്നത്. അതായത് ഹനുമാന് ആകൃതി വലിപ്പമാക്കാനും ചെറുപ്പാക്കാനുള്ള ഒരു വരം കിട്ടിയിരുന്നു. സ്വന്തം ശരീരം വലിപ്പമുള്ളതും ചെറുപ്പുള്ളതും. അതുപോലെ വലിപ്പമുള്ള സ്ഥലത്തും സമയമുള്ള പാദങ്ങൾ നേരെ കാണുന്നതും അത് ചെറിയ പാദം താഴത്ത് കാണും. അങ്ങനെ പല വിധത്തിലുള്ള രൂപഭേദങ്ങൾ വരുത്ത പല പാദങ്ങളും ഹനുമാൻ്റെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് നുവാരേലിയിൽ നിന്നും എല്ലയിലേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡിൽ നുവാരേലി കഴിഞ്ഞ് ഏകദേശം 7 കിലോമീറ്റർ കടന്നു കഴിഞ്ഞാൽ ഈ ഒരു അമ്പലം കാണാം. ഇതാണ് സീതാമ്മൻ കോവിൽ.
രാമായണത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന അശോകവനി. വിശാലമായ ഫോറസ്റ്റ് ഏരിയ ആണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് കാണുന്നത്. ഈ സീതാലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നുവാരേലിയ പട്ടണത്തിൽ തന്നെ കാണുന്ന ഒരു ഗായത്രി ടെമ്പിൾ ഉണ്ട്, ഗായത്രി പീഠം. ആ ഗായത്രി പീഠത്തിലാണ് മേഘനാഥൻ രാമായണ സമയത്ത് യജ്ഞം ചെയ്തത്. ഇവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരെ ഡിവറുംപുല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് സീത അഗ്നിപ്രവേശം ചെയ്യുന്നത്. യുദ്ധത്തിന് ശേഷം സീത അഗ്നിപ്രവേശം ചെയ്യുന്ന സ്ഥലമാണ് ഡിവറുംപുല. ഇതെല്ലാം അടുത്തടുത്ത് തന്നെയാണ്. മെയിൻ നുവാരാലിയ എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തടുത്ത് തന്നെയാണ്. ഇതെല്ലാം സെൻട്രൽ പാർട്ട് ഓഫ് ശ്രീലങ്ക.